പഴയ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വാഹനങ്ങളിലെ മീറ്റർ കൺസോൾ. പഴയ വാഹനങ്ങളിലെ മീറ്റർ കൺസോളിലും ഒരുപാട് ഉടായ്പ പരിപാടികൾ ഒപ്പിക്കാറുണ്ട്. അപ്പോൾ പഴയ വാഹനങ്ങളൊക്കെ മേടിക്കാൻ വരുന്ന ഒരു മീറ്റർ കൺസോളിൽ ഇങ്ങനെയുള്ള വാണിംഗ് ലൈറ്റുകളൊക്കെ തെളിഞ്ഞിടക്കുന്നുണ്ടാൽ സ്വാഭാവികമായിട്ടും വില കുറയ്ക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നന്നാക്കി പരിഹരിക്കുന്നതിന് പകരമായിട്ട് ഉടായ്പിലൂടെ ചെയ്യുന്നൊരു കാര്യമാണ് മീറ്റർ കൺസോളിലെ ഓരോ വാണിംഗ് ലൈറ്റിനും ഇതുപോലുള്ള ചെറിയ ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള മീറ്റർ കൺസോളിൽ തെളിഞ്ഞിടക്കുന്ന വാണിംഗ് ലൈറ്റുകളുടെ ബൾബുകൾ ഇതുപോലെ ഊരി മാറ്റി ആ ഒരു ബൾബിലേക്കുള്ള ഒറിജിനൽ കണക്ഷൻ കൊടുക്കുന്നതിന് പകരം മീറ്റർ കൺസോളിലെ ബാറ്ററി ഐക്യൻ ലാമ്പിൻ്റെ ആ ഒരു കണക്ഷനിൽ കണക്ട് ചെയ്ത് പ്രശ്നങ്ങളുള്ള വാണിംഗ് ലാമ്പിൻ്റെ ബൾബുകളിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കീ ഓണാക്കുന്ന സമയത്ത് എല്ലാ വാണിംഗ് ലൈറ്റുകൾ തെളിയും. എഞ്ചിൻ സ്റ്റാർട്ടായി കഴിയുമ്പോൾ വാണിംഗ് ലൈറ്റുകളെല്ലാം ഓഫ് ആയി പോയിക്കോളും. അപ്പോൾ ഇങ്ങനെയുള്ള ഉടായ്പകളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മെക്കാനിക്കിന് കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. കീ ഓണാക്കിയ സമയത്ത് മീറ്റർ കൺസോളിൽ ലൈറ്റുകൾ തെളിഞ്ഞ് കണ്ടുകൊണ്ട് വേറെ പ്രത്യേകിച്ച് സംശയമായിട്ട് തോന്നുകയുമില്ല. പുതിയ ടൈപ്പ് വാഹനങ്ങളിലൊക്കെ മീറ്റർ കൺസോളിൽ LED SMD ചിപ്പുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലും ഇങ്ങനെയുള്ള ഉടായ്പ പണികൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ പഴയ വാഹനങ്ങളൊക്കെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നൊരു നല്ലൊരു മെക്കാനിക്കിനെ കൂടെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാം ഒന്ന് സ്കാൻ ചെയ്ത് ഉറപ്പ് വരുത്തി മേടിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്.